വഡോദരയിലാണ്. ഞങ്ങൾ ഇന്നലെ താമസിച്ച ഗ്രാൻഡ് മെർക്യൂർ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ്. നമ്മളിപ്പോൾ ഇവിടുന്ന് എല്ലാം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴെ പോകണം. അപ്പം നമുക്കിന്ന് വഡോദരയ്ക്ക് ഇറങ്ങാം അല്ലേ? അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഞങ്ങൾ നേരെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഞങ്ങളൊരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്, ഞങ്ങളൊരു സ്കൂളിൽ പഠിച്ചതാണ്, അവനെയും കാണണം. അപ്പോൾ വഡോദരയിലെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരാം. നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. താഴെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ബൊഫയാണ്. നമ്മൾ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് കയറുവാണ്. ജ്യൂസിൻ്റെ ഏരിയ ആണ്. ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ നട്ട്സ്, കോൺ എല്ലാം ഉണ്ട്. മിൽക്ക്, ചോക്കോസ്, ഓട്സ്, കോൺഫ്ലേക്സ്. ഇവിടുത്തെ കൗതുകരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ പഴയ കെറ്റിലുകൾ, പല സൈസിലുള്ളത്, ചെറുത് തുടങ്ങി പല സൈസിലുള്ള ഒരു 5-8 കെറ്റിൽ മൂടി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലിയുണ്ട്, പോഹയുണ്ട്, ഓട്ട്മീൽ, സാമ്പാർ, ഗ്രീൻ പീസ്, ക്രക്കറ്റേഴ്സ്, ഖാണ്ടരി, ഗുജറാത്തി സ്റ്റൈലുള്ള ഭക്ഷണങ്ങളുണ്ട്. മലമ്പുഴത്തൊക്കെ നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. ഇപ്പം ഇവിടെ ചെക്കൗട്ടാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇപ്പം ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മളടുത്ത് ഇവിടെ ഒരു പാലസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അവിടെയൊക്കെ ഒന്ന് കാണാൻ പോകണം. നമ്മളിപ്പോൾ വഡോദരയിലുള്ള ലക്ഷ്മിവിലാസ് പാലസിലേക്കാണ് കടക്കുന്നത്. പണ്ട് ബറോഡ എന്ന് പറഞ്ഞിരുന്ന സ്ഥലമാണ് ഇപ്പം വഡോദരയായിട്ട് മാറിയിരിക്കുന്നത്. ഈ വഡോദര എന്ന പേര് വരാൻ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ബനിയൻ ട്രീസ് ആണ്. അതിന് വാഡ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഒത്തിരി ബനിയൻ ട്രീസ് ഉള്ള, അതായത് ആൽമരങ്ങളുള്ള സ്ഥലമാണ് വഡോദര. അപ്പം ഇവിടുത്തെ ഒരു പാലസാണ് ലക്ഷ്മി വിലാസ് പാലസ്. ഇവിടുത്തെ രാജാക്കന്മാരായിരുന്ന ഗൈക്കവാദ് ഫാമിലി താമസിച്ചിരുന്ന അവരുടെ താമസ സ്ഥലമാണ് ഈ ലക്ഷ്മി വിലാസ് പാലസ്. ഇവിടെ വഡോദരയിൽ അത്യാവശ്യം നമ്മുടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ പാലസ് എന്ന് പറയുന്നത്. ഇതാണ് പാലസിൻ്റെ കാഴ്ചകളാണിത്. വിസിറ്റേഴ്സ് പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ടിക്കറ്റ് കൗണ്ടറുണ്ട് കേട്ടോ. ടിക്കറ്റ് കൗണ്ടറിന് ഒരാൾക്ക് 250 രൂപയാണ് പാലസിലേക്കുള്ള എൻട്രി. അതേസമയം മ്യൂസിയം കൂടി കാണണമെങ്കിൽ നമുക്ക് 350-ൻ്റെ ഒറ്റ പാസ് കിട്ടും. പക്ഷേ രണ്ടും കൂടെ കാണാൻ ഏകദേശം ഒരു 2.5 hours നമ്മൾ മൊത്തം സ്പെൻഡ് ചെയ്യേണ്ടി വരും, മ്യൂസിയവും പാലസും ഒരുപോലെ കാണാനായിട്ട്. ഈ പാലസ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നാണ് ഇവിടുത്തെ സെക്യൂരിറ്റി വെച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത്. കാരണം ഇവർ പറഞ്ഞത് ഇവിടെ ഇപ്പോഴും ഇവിടുത്തെ ഗൈക്കവാദ് ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാർ ഇപ്പോഴത്തെ രാജാവ് ഒക്കെ താമസിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളകത്ത് കയറിയില്ല, കാരണം നമുക്കിപ്പം ഇവിടുന്ന് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാനായിട്ട് പോകണം. പാലസിൻ്റെ മുമ്പിലായിട്ട് ചെറിയ ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പാലസിൽ നിന്ന് ഇറങ്ങി. ഇവിടുത്തെ പാർക്കിങ്ങുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ്. റോഡിൻ്റെ സൈഡിലായിട്ട് പാർക്കിങ്ങിന് വേണ്ടി പ്രത്യേകം ഒരു സ്പേസ് സജ്ജീകരിച്ചിട്ടാണ് ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വഡോദര നഗരത്തിൽ ട്രാഫിക് നിയന്ത്രിക്കുന്നത് സ്ത്രീകളാണ്. നമ്മളിപ്പോൾ പോന്നിട്ടുള്ള എല്ലാ ട്രാഫിക് സിഗ്നലിലും നമ്മളിപ്പം ഒത്തിരി സ്ത്രീകളെ കണ്ടു. അവരാണ് ട്രാഫിക് നിയന്ത്രിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പായിട്ടുള്ളൊരു നഗരമാണ് വഡോദര. നമ്മളിപ്പോൾ ഇവിടുന്നൊരു ചായ പറഞ്ഞു. ഒരു ഇഞ്ചിയും എല്ലാം ഇട്ടുള്ളൊരു ചായയാണ്. ഇഞ്ചി, തുളസി എല്ലാം ഇട്ടിട്ടുള്ളൊരു ചായയാണ്. ഇവിടുത്തെ റോഡിൻ്റെ സൈഡെല്ലാം അത്യാവശ്യം നല്ല നീറ്റാണ്. ഇവിടെ ഇപ്പോൾ ചായ വെക്കുന്ന ചേട്ടനാണെങ്കിലും സൈഡിലൊരു ചാക്കിട്ട് അതിനകത്തേക്ക് ഗ്ലാസും സംഭവങ്ങളെല്ലാം ഇടാനായിട്ട് പറഞ്ഞു ഞങ്ങളടുത്ത്. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പുള്ളി ഇപ്പം ഒരു 10 മിനിറ്റ് തന്നെ പുള്ളി ഇങ്ങോട്ടേക്ക് എത്തും. ഇതാണ് കുര്യൻ. ഞങ്ങൾ സ്കൂളോടെ ഒരുമിച്ചാണ്. കഴിഞ്ഞ 1 വർഷമായിട്ട് കുര്യൻ വഡോദരയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ജോലി ചെയ്യുന്നു. അതെ അതെ അതെ, ഞാൻ വേറെ ആണല്ലോ പഠിച്ചതന്നെ. ഞങ്ങൾ 6ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരാണ്.
നമ്മളിപ്പം വഡോദരയിലുള്ള സമ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ ഈ മുമ്പിൽ കാണുന്ന ഈ പച്ച പെയിൻ്റ് അടിച്ച ഫ്ലാറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ അതായത് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ ആൾക്കാർ അപ്ലൈ ചെയ്ത് ഓരോരുത്തർ താമസിക്കുന്നതുമാണ്. എല്ലാം 1 BHK ഫ്ലാറ്റുകളാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന മുഖേന പണി കഴിപ്പിച്ചിട്ടുള്ള ഫ്ലാറ്റുകൾ. ഇന്ന് ദൂരെ കാണുന്നതും ഒരു പച്ച പെയിൻ്റ് അടിച്ച് കാണുന്നുണ്ട്. അതെല്ലാം അത് തന്നെയായിരിക്കും, ഗവൺമെൻറ്റിൻ്റെ സ്ഥലമായിരിക്കും അത്. നമ്മളിപ്പോൾ വഡോദര മുംബൈ ഹൈവേയിൽ നിന്നും സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കുള്ള ടേണിംഗ് എടുത്തു. ഇവിടുന്ന് ഏകദേശം 80 കിലോമീറ്ററാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കുള്ളത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിനെ പറ്റി അത്യാവശ്യം എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. 152 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റാച്യു ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റാച്യു ആണ്. അതുപോലെ തന്നെ നർമ്മദ നദിയിലാണ് ഈ സ്റ്റാച്യു പണിതിരിക്കുന്നത്. നർമ്മദ നദിയിലെ സർദാർ സരോവർ ഡാമിനെ ഫേസ് ചെയ്താണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഇടതുവശത്തായിട്ട് നമുക്കിപ്പം ധാരാളം പരുത്തി കൃഷി കാണാനായിട്ട് പറ്റും. അതുപോലെ വലതുവശത്തും എല്ലാം പരുത്തി കൃഷിയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഏകദേശം 20 കിലോമീറ്ററാണ്. പിന്നെ ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏകദേശം 80 കിലോമീറ്ററാണ് മെയിൻ റോഡിൽ നിന്ന് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക്. ആ 80 കിലോമീറ്ററിൽ നമുക്കൊരു 25ഓളം പെട്രോൾ പമ്പുകൾ കാണാനായിട്ട് പറ്റും നമ്മൾ. സത്യം. അതുപോലെ ഇപ്പോൾ ഇടതുവശത്തായിട്ട് കാണുന്നത് ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കൺസ്ട്രക്ഷനാണ്. കേവാഡിയ റെയിൽവേ സ്റ്റേഷൻ വർക്കിംഗ് ഇൻ പ്രോഗ്രസ് ആണ്. ഇതെല്ലാം ഈ സ്റ്റാച്യു കാരണമാണ് ഇവിടെ ഈ സ്റ്റോപ്പ് വരാനുള്ള കാര്യം. ഈ സ്റ്റേഷനും അതെ ഈ ഒരു പ്രദേശത്തെ വികസനം എന്ന് പറയുന്നത് എൻ്റയർലി ഡിപ്പെൻഡ് ഓൺ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. കൊള്ളാട്ടോ, റോഡും നല്ലതാണ്, ഇൻഫ്രാസ്ട്രക്ചർ നല്ലതാണ്. ഇപ്പോഴാണ് ആക്ച്വലി കുറച്ച് ഡെവലപ്മെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്. ബാക്കി വരുന്ന വഴിക്കൊക്കെ ഗ്രാമങ്ങളായിരുന്നു. ഗ്രാമങ്ങളിൽ പഴയ ചെറിയ കുടിലും കാര്യങ്ങളൊക്കെയായിരുന്നു ഞങ്ങൾ കണ്ടത്. അതേപോലെ തന്നെ ഇവിടെ ഓൺലൈൻ ടിക്കറ്റാണ്. ഞങ്ങൾ ഇന്ന് രാവിലെയാണ് ബുക്ക് ചെയ്തത്. വ്യൂ ഗാലറിയുടെ കൂട്ടിയാണ് ബുക്ക് ചെയ്തത്. അപ്പം ഒരാൾക്ക് ഏകദേശം 380 രൂപയാണ് ആയത്. ഇല്ല, വ്യൂ ഗാലറി എടുക്കുന്നില്ലെങ്കിൽ 150 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. ഇവിടെ എൻട്രൻസ് ചെക്കിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ വണ്ടിയെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ പുറത്തേക്ക് ഇറങ്ങി നല്ല ചെക്കിംഗ് ഉണ്ട്. എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് അകത്തേക്ക് കയറ്റിവിടുന്നത്. നമ്മളിപ്പം എൻട്രൻസിൽ ചെക്കിങ് കഴിഞ്ഞു. അവർ ഫുള്ള് നമ്മളെ നിർത്തി ബാഗെല്ലാം അകത്തെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് നമ്മളെ കടത്തി വിടുന്നത്. അതുപോലെ തന്നെ വളരെ നല്ല പെരുമാറ്റമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് മാസ്കും അവർക്ക് കൊടുത്തു. കാരണം അവർ എപ്പോഴും ചോദിക്കുകയും ചെയ്തു അല്ലേ? അതെ അതെ, കാരണം അവർ പറഞ്ഞത് 1-2 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേനും വേർത്തിട്ട് മാസ്ക് പോവും. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മാസ്ക് ഒക്കെ അവർക്ക് കൊടുത്തു. പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. അതെ, നമ്മളിപ്പോൾ ഏകദേശം അടുത്തെത്താറായി. ഇപ്പോൾ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ നമുക്ക് അത്രയും ഒരു ഭീകരത എന്ന് പറയാൻ പറ്റിയല്ല, അത്രയും ഒരു ഹൈറ്റ് തോന്നിയല്ല. പക്ഷേ നമ്മളിപ്പം അതിൻ്റെ എൻട്രൻസിലേക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എൻട്രൻസിലേക്ക് നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ മുമ്പിൽ പോകുന്നതാണ് ഇവിടുത്തെ ബസ് സർവീസ്. നമുക്കിപ്പം അവിടെ നമ്മളിപ്പം വണ്ടികളുടെ ഇതിനകത്തേക്ക് കയറി വന്നത്. അല്ലാത്തവരൊക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബസ് സർവീസിൽ നമുക്ക് അകത്തേക്ക് എത്താനായിട്ട് പറ്റും. किलोमीटर पर पैसा रहता है कि किलोमीटर पर चार्ज होता है उसका? किलोमीटर में माइलेज पूछ रहे हैं? हाँ माइलेज ये तो 14 मिलता है. 14 मिलता है. നമ്മളിപ്പം ഇവിടെ വന്ന് പാർക്കിങ്ങിൽ വണ്ടിയായിട്ട് പോവാണ്. പാർക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് 150 രൂപയാണ്. പാർക്കിംഗ് പ്രത്യേകം എടുക്കണം. അതിനുശേഷം ഇവിടുത്തെ ഞാൻ നേരത്തെ കാണിച്ച ബസ്സുണ്ട്. അവിടുന്ന് ആ ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്തേക്ക് എത്താനായിട്ട്. ഇതാണ് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇതാണ് ഇവിടുത്തെ ഗാർഡൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ പാസ് എടുത്തിരിക്കുന്ന ഈ ഗാർഡൻ കാണാനും അതുപോലെ തന്നെ ഗാലറി വ്യൂ ആണ്. അപ്പം ഈ ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് ഡാമിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്, അതായത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി അടുത്തേക്ക് പോകാനായിട്ട്. വലിയ പാർക്കിങ്ങിനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ നിറച്ച് വണ്ടികളും ഉണ്ട്. ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു നമുക്ക് ബസ്സിൽ പോകാനായിട്ട്. കാരണം
ബസ്സിൽ വേറെ ആൾക്കാരൊന്നും ഇല്ല. കുറച്ച് ആൾക്കാർ വന്നതിന് ശേഷമായിരിക്കും ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ ബസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മളും കയറുവാണ്. ഞങ്ങളുടെ ഒരു പുറകെ സൈഡിലായിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. സീറ്റ് കിട്ടിയുള്ളൂ. അതെ, ഒരു സീറ്റിൽ ഒരാൾ വെച്ചിട്ടാണ് ഇരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓരോ സീറ്റിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഇരിക്കാൻ പാടില്ല. അപ്പോൾ ഒരു സീറ്റിൽ ഒരാൾ വെച്ചിട്ട് ഇവർ ഇരിക്കണം എന്നാണ് ഇവർ നിർദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഏകദേശം ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ട് ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക്. അതിപ്പം നമ്മൾ നടന്ന് തന്നെ പോകണം അങ്ങോട്ടേക്ക്. ഇവിടം വരെയാണ് ബസ്സിൻ്റെ സർവീസ് ഉള്ളൂ. മുമ്പായിട്ട് ഇവിടെ ഒരു ലോക്കർ റൂം ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ സാധനങ്ങളുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വെച്ചിട്ട് പോകാൻ പറ്റും. നമ്മളിപ്പം എൻട്രൻസിലെത്തി. എൻട്രൻസിൽ നിന്നും ടിക്കറ്റ് കാണിച്ചിട്ട് അവർ ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് വിടുന്നത്. നമ്മളിപ്പോൾ നമ്മളുടെ ചെറിയ ബാഗും അകത്തേക്ക് കയറ്റാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് വെക്കാനായിട്ട് ഡോൺ ഇപ്പം കാറിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്, ലോക്കറിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ വൈറ്റില ഫ്ലൈഓവറിനെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഈ ഒരു കൺസ്ട്രക്ഷൻ. ചെറുതാണെങ്കിലും ആ ഒരു ഇതുപോലെയാണ്. ഇവിടെ നമുക്ക് വീൽ ചെയർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അപ്പം വയ്യാത്തവരൊക്കെ വന്നു കഴിഞ്ഞാൽ വീൽ ചെയറിൽ നമുക്ക് അവിടം വരെ പോകാനായിട്ട് പറ്റും. ടോയ്ലറ്റിന് മുമ്പിൽ ജെൻസ് എന്ന് പറയുന്നതിന് പകരമായിട്ട് അവർ കൊടുത്തിരിക്കുന്ന പടമാണ്. ടോയ്ലറ്റിൽ നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യണമെന്ന് പറയുന്ന രീതിയിൽ 1.5 വട്ടം ഇവർ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ സ്റ്റെപ്പ് വൈസ് ഓരോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നിന്നിട്ട് ചെറിയ ക്യൂ ഉണ്ട്, അത് നമുക്ക് അകത്തേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ടിക്കറ്റ് അവിടെ സ്കാൻ ചെയ്തിട്ടാണ് നമ്മളെ വീണ്ടും അകത്തേക്ക് കയറ്റുന്നത്. ഇപ്പോൾ എനിക്കതൊരു 3ാമത്തെ 4ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ പോലീസ് സംവിധാനങ്ങളുണ്ട്. നമുക്ക് മുമ്പോട്ട് ഇത്രയും സംഭവങ്ങളാണ് മുമ്പിൽ കാണാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫെസിലിറ്റിയും ഇവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം നടക്കണ്ട, അതൊക്കെ പൊക്കോളും. അപ്പോൾ എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഞാൻ പറഞ്ഞ പോലെ 152 മീറ്റർ ഉയരമാണ് ഈ സ്റ്റാച്യുവിന്. നമുക്ക് ഇവിടെ നോക്കിയാൽ അത്രയും അത് തോന്നിയല്ല. നമുക്ക് അതിൻ്റെ അടിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഉയരം നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് നർമ്മദ നദിയാണ്. നർമ്മദ നദിയുടെ തീരത്താണ് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ സ്റ്റെയർ കേസ് സംവിധാനം എല്ലാം കാണാനായിട്ട് പറ്റും. ഇതാണ് ഈ സ്റ്റാച്യുവിൻ്റെ ഒരു ഉയരം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടെ വ്യൂവിംഗ് ഗാലറിയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന സ്ലോട്ട് എന്ന് പറഞ്ഞാൽ 2 to 4 ആണ്. വ്യൂവിംഗ് ഗാലറി നമുക്ക് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു ശിരസിൻ്റെ ഒരു ശില്പമാണ്. അതിനുശേഷം ഒരു ചെറിയ സ്റ്റാച്യു ഉണ്ടാകത്ത്. അതുപോലെ തന്നെ ഓരോ സൈഡിലുമൊക്കെ ആയിട്ട് നമ്മുടെ ചരിത്രപ്രാധാന്യമായ കുറേ ചിത്രങ്ങളും പിന്നെ കുറേ വിവരണങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ വ്യൂവിംഗ് ഗാലറി ഉള്ളത്. നമ്മൾ ആ പ്രദേശങ്ങളിൽ നിന്ന് മുമ്പോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വിപുലീകരിച്ച രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഓരോരോ കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് വ്യൂവിംഗ് ഗാലറി മുകളിലേക്ക് എലിവേറ്ററൊക്കെ അവിടെയാണുള്ളത്. നമ്മളിപ്പം മുകളിൽ വ്യൂവിംഗ് ഗാലറി കാണാനായിട്ട് പോവാണ്. എലിവേറ്റേഴ്സ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. ഇവിടെ ക്യൂ പാലിച്ച് വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. നമ്മളിപ്പം ഇവിടെ വ്യൂവിംഗ് ഗാലറിയിലുള്ള ക്യൂവിലാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുമ്പിൽ സാനിറ്റൈസറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഡോണോടെ മൊബൈൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊബൈലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ടിക്കറ്റ് കാണിക്കുന്നുണ്ട്. അവർ ടിക്കറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മുമ്പിലേക്ക് വിടും. ഇവിടെ സാനിറ്റൈസറുണ്ട്. സാനിറ്റൈസർ എടുത്ത് ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇവിടെ എലിവേറ്റർ സൗകര്യമുണ്ട്. നാല് പേരാണ് ഒരു ലിഫ്റ്റിൽ ഒരേ സമയം കയറ്റുള്ളൂ. നമ്മൾ 3 പേരും നമ്മൾ സെക്യൂരിറ്റി ചേട്ടനുണ്ട്. ലിഫ്റ്റിൽ നമുക്ക് ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഓരോ കൺസ്ട്രക്ഷൻ്റെ പാർട്ട് നമുക്ക് കാണാൻ പറ്റും. ഓരോ സ്റ്റേജിൽ എന്തോരം വന്നു എന്നുള്ളത്. ലാസ്റ്റ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. നമ്മളിപ്പം മുകളിലെത്തി. 45 നിലയാണ് ഇവർ പറഞ്ഞത്. 45 നില നമ്മൾ മുകളിലെത്താനായിട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് ലിഫ്റ്റുകൾ വർക്ക് ചെയ്യുന്നത്.
വ്യൂവിംഗ് ഗാലറി നമുക്കിങ്ങനെ ചുറ്റി കാണാൻ പറ്റും. നമുക്ക് ടോപ്പിൽ നിന്നും താഴെ എന്താണെന്നുള്ളത് ജസ്റ്റ് കാണാം. അതാണ് വ്യൂവിംഗ് ഗാലറി എന്ന് പറയുന്നത്. നമ്മളിപ്പം വ്യൂവിംഗ് ഗാലറി കണ്ടു കഴിഞ്ഞു. അവിടെ വലിയ ഗാലറി കാണാനൊന്നുമില്ല. അതിൻ്റെ മുകളിൽ പോയിട്ട് ജസ്റ്റ് താഴെ എന്താണെന്നുള്ളത് കാണും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാച്ചുവിൻ്റെ താഴെ ഇരുന്നുള്ള വ്യൂ കാണണം. അതിപ്പോൾ കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഉയരം എന്തോരം ഉണ്ടെന്നുള്ള സംഭവം മനസ്സിലാവുള്ളൂ. ഗൈസ്, അവസാനം നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എത്തിയിരിക്കുകയാണ്. അങ്ങ് കേരളത്തിൽ നിന്നും ഇങ്ങ് ഗുജറാത്തിലുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഇത് പണിതപ്പോൾ തൊട്ട് ഒന്ന് കാണാൻ വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് സംഭവം നമ്മൾ കാണണമല്ലോ. ഇത്രയും ഉയരത്തിൽ ഇത്രയും 3000 കോടിയോളം വെച്ച് മുടക്കി പണിതിട്ടുള്ളൊരു സ്റ്റാച്യു ആണിത്. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് കാണാനൊരു ആഗ്രഹം ഉണ്ടാവും. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റാച്യുവിൻ്റെ താഴെയാണ്. നമ്മൾ ഈ സ്റ്റാച്യുവിൻ്റെ കാലിൻ്റെ അത്രയും പോലും ഉയരത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ഉയരത്തിലാണ് ഇത്. മീൻസ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത് അപ്പോഴാണ്. അത്രയും ഉയരത്തിലാണ് ഈ സ്റ്റാച്യു നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മുടെ ഹോളിവുഡിനെ അനുസ്മരിപ്പിക്കുന്ന വിധം ഒരു സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഒരു സ്ട്രക്ചർ അവരിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നർമ്മദാ നദി. നമ്മളിപ്പം മുകളിലത്തെ സ്റ്റാച്യു കൊണ്ട് ഇപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു മൊത്തമായിട്ടുള്ള വ്യൂ. അവിടെ സർദാർ സരോവർ ഡാം, ഇവിടെ നമ്മൾ വന്ന വഴിയുണ്ട്. അതിനുശേഷം എസ്കലേറ്ററൊക്കെ എഴുതി നമ്മൾ മുകളിലേക്ക്. ഇതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. പിന്നെ നമ്മൾ താഴേക്ക് വന്ന് വീണ്ടും നമ്മുടെ നർമ്മദാ നദി. വളരെ വലിയ രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റാച്യു ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രവൃത്തിയൊക്കെ കാണാൻ പറ്റും. അത്രയും കുറേ കൺസ്ട്രക്ഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴിയാണെങ്കിലും പാർക്കിങ്ങിനാണെങ്കിലും അതിനിടയ്ക്ക് ഒരു പ്രോഗ്രാംസിനൊക്കെ ആയിട്ട് ചെയറിങ്ങും സീറ്റിംഗ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒത്തിരി വലിയ രീതിയിൽ ഇവിടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പം സ്റ്റാച്യു ഓഫ് യൂണിറ്റി മുകളിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട്. അങ്ങോട്ടേക്ക് പോകാൻ അവിടെ നിന്ന് തിരിച്ചു പോകും. രാവിലെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ. അതിനുശേഷം ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പം കയ്യിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് ഇത്തിരി നടക്കേണ്ടതുള്ളത് കൊണ്ടും കുറച്ച് നമ്മൾ ചുറ്റുന്നുള്ളത് കൊണ്ടും വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെള്ളം കുടിക്കാം. പിന്നെ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. നർമ്മദാ നദിയിൽ ബോട്ടിങ്ങിൻ്റെ സൗകര്യമുണ്ട്. ബോട്ടിങ്ങിൻ്റെ ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുവഴി കയറിയിട്ട് അങ്ങനെ ചുറ്റും കറങ്ങി നമുക്ക് വരാൻ പറ്റും. ഇവിടെ നമുക്ക് ഇരുന്ന് സ്റ്റാച്യു വീക്ഷിക്കാനുള്ളൊരു സൗകര്യമുണ്ട്. നോക്കി നമുക്ക് കാണാൻ പറ്റും. പുറകിലായിട്ട് 3 പേരെ സീറ്റുണ്ട്. അതിൽ തന്നെ നടുക്ക് കോവിഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് ഇരിക്കുക എന്നുള്ളൊരു ബോർഡും നമുക്ക് അപ്പുറം ഇപ്പുറത്ത് ഇരിക്കാനും പറ്റും. നമ്മൾ വന്ന വഴിയല്ല എക്സിറ്റ് ഉള്ളത്. എക്സിറ്റ് നമുക്ക് ഇപ്പുറത്തെ വഴി ചുറ്റി പോകണം. നമ്മളിപ്പം എക്സിറ്റിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ തിരിച്ചുവിടുന്ന പാർക്കിങ്ങിലേക്കുള്ള ബസ്സിലേക്ക് കയറുവാണ്. നമ്മളിപ്പോൾ തിരിച്ച് നമ്മുടെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നേരെ അഹമ്മദാബാദ് പിടിക്കണം. പോകുന്ന വഴിക്ക് അവിടെ എന്തെങ്കിലും കഴിക്കണം ഭക്ഷണം. നമ്മളിപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടു കഴിഞ്ഞു. തിരിച്ച് അഹമ്മദാബാദിന് പോകുന്ന വഴിയാണിത്. ഈ ഇടത് വശത്ത് നിങ്ങൾക്ക് നർമ്മദ കാണാം. നമ്മളങ്ങനെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടിട്ടിറങ്ങി. നമ്മളിപ്പം തിരിച്ച് അഹമ്മദാബാദിലേക്കുള്ള വഴിയിലാണ്. ഇതൊരു ഹൈവേ കയറിയില്ല, ഹൈവേ കയറാൻ പോവാണ്. അപ്പം സ്റ്റാച്യു ഓഫ് യൂണിറ്റി പറഞ്ഞാൽ നല്ലൊരു അനുഭവമായിരുന്നു. ശരിക്കും നമ്മൾ അതിൻ്റെ അടുത്ത് ചെന്ന് കാൽപാദത്തിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയാലാണ് അതിൻ്റെ ഒരു വലിപ്പം, നമുക്ക് ഭീകരത എന്നൊക്കെ പറയാം, അതൊക്കെ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ആ ഒരു വ്യൂ ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും കാര്യമായിട്ടില്ല. ആക്ച്വലി വ്യൂയിങ് ഗാലറി എന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് അത്ര വലിയ ഫീലൊന്നും കിട്ടിയില്ല. ആക്ച്വലി ഇപ്പോൾ ഡാമാണെങ്കിലും താഴേക്ക് റിവർ ആണെങ്കിലും കാണുന്നതിൻ്റെ ഒരു ഫീലില്ല. വളരെ ചെറിയൊരു സ്പേസാണ്. അതേപോലെ തന്നെ വേറെ ഞങ്ങളുടെ ടിക്കറ്റിൽ 2-3 പോയിന്റ്സ് ഉണ്ടായിരുന്നു. ഡാം വ്യൂ പോയിന്റും വാലി ഓഫ് ഫ്ലവേഴ്സും. അതിന് ടിക്കറ്റ് തന്നെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. കാരണം വണ്ടി പാർക്ക് ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെയാണിത്. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇടയ്ക്ക് കുറച്ച് പോലെയുണ്ട്. പിന്നെ അവിടുന്ന് ഡാം കാണാം. അതാണ് ഡാം വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അതെ അതെ. പക്ഷേ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒന്ന് പോയി കാണാം, കുഴപ്പമൊന്നുമില്ല.
അതിൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റാച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രൗഡ് മൊമെൻ്റൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം. നാളെ അഹമ്മദാബാദിൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ വരുന്നതാണ്. See you.